നമസ്കാരം. കേരള രാഷ്ട്രീയത്തെ വീണ്ടും നടുക്കിയിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കം. ഒരു കാലത്ത് അധികാരത്തിന്റെ അതിശക്തമായ കേന്ദ്രമായി നിലകൊണ്ടിരുന്ന പിണറായി വിജയന്റെ വസതിയിലേക്കും കുടുംബവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലേക്കും ഇഡി പരിശോധന എത്തിയതോടെ കേരള രാഷ്ട്രീയം വീണ്ടും അതിശക്തമായ ആരോപണ പ്രത്യാരോപണങ്ങളുടെ ചുഴിയിലേക്ക് കടന്നിരിക്കുകയാണ്. സാധാരണ റെയ്ഡ് എന്നതിലുപരി ഒരു കാലഘട്ടത്തെ നിയന്ത്രിച്ചിരുന്ന രാഷ്ട്രീയ ശക്തിയുടെ വാതിലിൽ കേന്ദ്ര ഏജൻസികൾ മുട്ടിയ സംഭവമായാണ് ഇതിനെ പലരും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു നിയമ നടപടി മാത്രമല്ല, കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കാവുന്ന വലിയ സംഭവ വികാസമായി മാറുകയാണ്. മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെയും മരുമകനും മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസിന്റെയും വീടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തുന്നു. എക്സാലോജിക് CMRL ഇടപാടുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ് എന്നാണ് വിവരം. CMRL ബന്ധപ്പെട്ട് 12 ഇടങ്ങളിൽ റെയ്ഡ് ഒരേ സമയം നടത്തുന്നുണ്ട്. CMRL MD ശശിധരൻ കർത്തയുടെ വീട്ടിലടക്കം ED സംഘം റെയ്ഡ് നടത്തിവരികയാണ്. പിണറായിയുടെ തിരുവനന്തപുരത്തുള്ള വാടക വീട്ടിലും കണ്ണൂർ പിണറായിയിലെ വീട്ടിലും ED പരിശോധന നടത്തുന്നുണ്ട്. പിണറായി വിജയനും മകൾ വീണ വിജയനും ഉൾപ്പെടെയുള്ളവരും തിരുവനന്തപുരത്തെ വീട്ടിലാണുള്ളത്. രാവിലെ 6 മണിക്ക് കണ്ണൂരിലെ വീട്ടിലേക്ക് ED ഉദ്യോഗസ്ഥരെത്തിയപ്പോൾ വീട് അടഞ്ഞുകിടക്കുകയായിരുന്നു. പിന്നീട് കെയർടേക്കറെ വിളിച്ചു വരുത്തി തുറപ്പിക്കുകയായിരുന്നു. പിന്നാലെ CPM പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തി. വീടിന് മുന്നിൽ പ്രതിഷേധം നടക്കുന്നുണ്ട്. റിയാസിന്റെ കോഴിക്കോട് കോട്ടൂളിയിലുള്ള വസതിയിലാണ് റെയ്ഡ് നടക്കുന്നത്. രാവിലെ 6:30യോടെയാണ് ഉദ്യോഗസ്ഥരെത്തിയത്. മുഹമ്മദ് റിയാസ് കോഴിക്കോട്ടെ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. എക്സാലോജിക് CMRL ഇടപാടുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള കേസിൽ EDയുടെ അന്വേഷണവും സമൻസുമെല്ലാം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് റെയ്ഡ് നടന്നത്. ബാംഗ്ലൂരുവിലെ എക്സാലോജിക് ഓഫീസ്, ആലുവയിലെ CMRL ഓഫീസ്, കമ്പനിയുടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ വീടുകൾ എന്നിവ കേന്ദ്രീകരിച്ചും റെയ്ഡ് നടക്കുന്നുണ്ട്. കൈക്കൂലി, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവ സംബന്ധിച്ച CMRLനെതിരായ ആരോപണങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നത്. പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള IT കമ്പനിയായ എക്സാലോജിക് എന്ന സ്ഥാപനത്തിന് CMRL വൻതുക നിയമവിരുദ്ധമായി നൽകിയെന്നതാണ് പ്രധാന ആരോപണം. ഈ കേസിന്റെ കേന്ദ്രത്തിൽ നിൽക്കുന്നത് കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനുമായി ബന്ധമുള്ള എക്സാലോജിക് സ്ഥാപനവുമാണ്. സേവനം നൽകിയതിന് വ്യക്തമായ രേഖകളില്ലാതെ പണം കൈപ്പറ്റിയെന്ന ആരോപണമാണ് ആദ്യം രാഷ്ട്രീയ വിവാദമായി മാറിയത്. പിന്നീട് സീരീസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം ശക്തമാക്കിയതോടെ വിഷയം ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു. ഇപ്പോൾ അതേ വിഷയത്തിലാണ് ED കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം അന്വേഷണം ശക്തമാക്കുന്നത്. ഇവിടെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ഈ റെയ്ഡ് നടക്കുന്നത് കേരളത്തിലെ അധികാര മാറ്റത്തിന് പിന്നാലെയാണ് എന്നതാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി വലിയ തിരിച്ചടി നേരിട്ടതും UDF അധികാരത്തിലെത്തിയതും രാഷ്ട്രീയ സാഹചര്യങ്ങളെ പൂർണ്ണമായി മാറ്റിയിരുന്നു. അതിനാൽ ഇപ്പോഴത്തെ ED നടപടി രാഷ്ട്രീയമായി കൂടുതൽ ആഘാതമുണ്ടാക്കുന്നതാണ്. ഇടതുപക്ഷം ഇതിനെ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ പ്രതികാര നടപടി എന്ന നിലയിലാണ് അവതരിപ്പിക്കുന്നത്. BJPക്കെതിരെ ശക്തമായി നിലകൊണ്ട നേതാവിനെ നിയമ ഏജൻസികളെ ഉപയോഗിച്ച് തകർക്കാനുള്ള ശ്രമമാണിതെന്നാണ് CPMന്റെ വാദം. നേരത്തെയും സ്വർണ്ണക്കടത്ത് കേസ്, ലൈഫ് മിഷൻ കേസ്, മാസപ്പടി വിവാദം തുടങ്ങിയ വിഷയങ്ങളിൽ കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് എന്ന് CPM ആരോപിച്ചിരുന്നു. ഇപ്പോഴത്തെ റെയ്ഡും അതേ ശൃംഖലയുടെ തുടർച്ചയാണ് എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. അതേസമയം പ്രതിപക്ഷവും ഭരണകക്ഷിയായ UDFും പറയുന്നത് വേറെയാണ്. വർഷങ്ങളായി മറച്ചുവെച്ച സത്യങ്ങൾ പുറത്തുവരുന്നു എന്ന രീതിയിലാണ് അവരുടെ പ്രതികരണം. മുൻ ഭരണകാലത്ത് അധികാരത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് അന്വേഷണങ്ങളെ തടഞ്ഞുവെച്ചുവെന്ന ആരോപണവും ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അന്വേഷണം കൂടുതൽ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഇനി എന്തൊക്കെ സംഭവിക്കാമെന്നതാണ് കേരളം ഉറ്റുനോക്കുന്നത്. ED സാമ്പത്തിക ഇടപാടുകളുടെ കൂടുതൽ രേഖകൾ കണ്ടെത്തിയാൽ ചോദ്യം ചെയ്യലുകൾ ശക്തമാക്കാം. വീണ വിജയനെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. മുൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയനെയും നേരിട്ട് ചോദ്യം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അതോടൊപ്പം CPMന്റെ ദേശീയ രാഷ്ട്രീയ പ്രതിച്ഛായയ്ക്കും ഇത് തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ പിണറായി വിജയൻ എന്നത് വെറുമൊരു നേതാവിന്റെ പേര് മാത്രമായിരുന്നില്ല. ശക്തമായ ഭരണശൈലിയുടെ പ്രതീകമായാണ് CPM പിണറായി വിജയനെ അവതരിപ്പിച്ചിരുന്നത്. ആ നേതാവിന്റെ കുടുംബത്തെ ചുറ്റിപ്പറ്റിയുള്ള സാമ്പത്തിക ആരോപണങ്ങൾ നിയമപരമായ അന്വേഷണത്തിന്റെ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അത് CPMന്റെ രാഷ്ട്രീയ ആത്മവിശ്വാസത്തെയും പരീക്ഷിക്കുകയാണ്.